ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അതാ ദ്വിസപ്തതി തമോധ്യായ 72ാമത്തെ അധ്യായത്തില് 27 വരെയുള്ള ശ്ലോകങ്ങൾ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 28 മുതലുള്ള ശ്ലോകങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ജരാസന്ധനെ വധിക്കാൻ വേണ്ടി കൃഷ്ണനും ഭീമനും അർജുനനും ബ്രാഹ്മണന്മാരുടെ വേഷം ധരിച്ച് അവിടെ എത്തുന്നു. എന്നിട്ട് അവർ ദ്വന്ദ്വയുദ്ധം യാചിക്കുന്നു. ജരാസന്ധൻ ഭീമനുമായിട്ട് ദ്വന്ദ്വയുദ്ധം നടത്താമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ആ ദ്വന്ദ്വയുദ്ധം 27 ദിവസം നീണ്ടുനിന്നു. എന്നിട്ട് ആരും ജയിക്കുന്ന തോൽക്കുന്ന മട്ടില്ല. ഭീമന് പ്രയാസമായി കൃഷ്ണനെ നോക്കി. അപ്പോ കൃഷ്ണൻ ഒരു മരത്തിന്റെ ചില്ലയെടുത്ത് നെടുകെ കീറിയിട്ട് തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഭീമന് കാര്യം മനസ്സിലായി. ഉടനെ തന്നെ ജരാസന്ധന്റെ കാലിൽ ഒരു കാല് ചവിട്ടിക്കൊണ്ട് മറ്റേ കാല് നെടുകെ കീറിയിട്ട് അതിനെ തിരിച്ചിട്ടു. അപ്പൊ അങ്ങനെ ജരാസന്ധൻ വധിക്കപ്പെട്ടു. ജരാസന്ധന്റെ മകനായ സഹദേവനെ രാജാവാക്കി വാഴിച്ചു. എന്നിട്ട് ജരാസന്ധൻ ബന്ധിച്ചിരുന്ന 20,000-ൽ പരം രാജാക്കന്മാരെയെല്ലാം മോചിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയാണ് ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. ശ്രീ ഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ യുദ്ധാർത്ഥിനോ ഭയം പ്രാപ്ത രാജന്യാന അന്ന കാംക്ഷിണഃ. യുദ്ധം നഹ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശഃ യദി മന്യസേ. രാജേന്ദ്ര, രാജശ്രേഷ്ഠ, യദി മന്യസേ, അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ നഹ, ഞങ്ങൾക്ക് ദ്വന്ദ്വശഃ യുദ്ധം, ദ്വന്ദ്വയുദ്ധം ദേഹി തന്നാലും. അപ്പൊ ജരാസന്ധന്റെ അടുത്ത് ബ്രാഹ്മണ വേഷത്തിൽ കൃഷ്ണനും അർജുനനും ഭീമനും ചെന്നപ്പോൾ ആദ്യം ബ്രാഹ്മണരാണെന്ന് വിചാരിച്ചെങ്കിലും അവരുടെ സംസാരവും കയ്യിലെ വില്ലിന്റെ തഴമ്പുമൊക്കെ കണ്ടപ്പോൾ അവർ ക്ഷത്രിയരാണെന്ന് മനസ്സിലായി. എന്നാലും എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ജരാസന്ധൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ചോദിച്ചോളൂ, ഞാൻ എന്റെ ശിരസ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അപ്പോ കൃഷ്ണൻ പറയുകയാണ്, അല്ലയോ രാജശ്രേഷ്ഠ, ഞങ്ങൾ ആഗ്രഹിച്ചത് തരുവാൻ നിശ്ചയിച്ചുവെങ്കിൽ എന്തോന്ന് ചെയ്യണം? ഞങ്ങളോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞു. ഞങ്ങള് അന്നം കാംക്ഷിച്ചു വന്ന ബ്രാഹ്മണർ അല്ല. ഞങ്ങൾക്ക് യുദ്ധം മാത്രമാണ് അഭികാമ്യം. അതാണ് അന്നകാംക്ഷണ. അന്ന ആഗ്രഹിച്ചു വന്നവർ അല്ല ഞങ്ങൾ. ശ്രീ ഭഗവാനുവാച യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യദി മന്യസേ യുദ്ധാർത്ഥിനോ ഭയം പ്രാപ്ത രാജന്യാന അന്നകാംക്ഷിണഃ. ശ്ലോകം 29. അസൗ വൃഗോദര പാർത്ഥ തസ്യ ഭ്രാതാർജുനോ ഹ്യയം അനയോർമാതുലേയം മാ കൃഷ്ണം ജാനീഹി തേരിപും. അസൗ വൃഗോദരഃ പാർത്ഥഃ തസ്യ ഭ്രാതാ അർജുനഃ ഹി അയം അനയോഹ മാതുലേയം മാം കൃഷ്ണം ജാനീഹി തേരിപും. പാർത്ഥ, കുന്തിപുത്രനായ അസൗ, ഇവൻ വൃഗോദരഃ, ഭീമനാണ്. അപ്പോ ഭഗവാൻ പരിചയപ്പെടുത്തുകയാണ്, കുന്തിപുത്രനായ ഇവൻ ഭീമനാണ്. തസ്യ ഭ്രാത, അവന്റെ സഹോദരനായ അയം, ഇവൻ അർജുനാഹി, അർജുനൻ തന്നെ. അനയോഹോ, ഇവരുടെ മാതുലേയം, അമ്മാവന്റെ പുത്രനും തേ, നിന്റെ രിപും, ശത്രുവുമായ കൃഷ്ണഃ, കൃഷ്ണം
കൃഷ്ണനാണെന്ന് മാം എന്നെ ജാനീഹി അറിഞ്ഞാലും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ വിചാരിച്ച ശരി തന്നെയാണ്, ഞങ്ങൾ ബ്രാഹ്മണരൊന്നും അല്ല. പരിചയപ്പെടുത്തി. ഭീമനും അർജുനനും കൃഷ്ണനുമാണെന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അസൗ മൃഗോദര പാർത്ഥ തസ്യ ഭ്രാത അർജുനോ ഹേയം അനയോർമാതുലേയമ്മ കൃഷ്ണം ജാനീഹി തേരുപം. ശ്ലോകം 30. ഏവമാവേദിതോ രാജ ജഹാസോച്ചൈസ്മമാഗതഃ ആഹചാമർഷിതോ മന്ദ യുദ്ധം തർഹി ദദാമി വഹ. ഏവം ആവേദിതഃ രാജ ജഹാസ ഉച്ചൈഹി സ്മ മാഗതഃ ആഹ ച അമർഷിതഃ മന്ദ യുദ്ധം തർഹി ദദാമി വഹ. ഏവം ഇപ്രകാരം ആവേദിതഃ അറിയപ്പെട്ട രാജാ മാഗതഃ രാജാവായ മാഗതൻ ഉച്ചൈഹി ഉറക്കെ ജഹാസ ചിരിച്ചു. അപ്പോ ഇങ്ങനെ കൃഷ്ണ അറിയിച്ചപ്പോൾ ജരാസന്ധൻ ഉറക്കെ ചിരിച്ചു. അമർഷിത ക്രോധയുക്തനായി ആഹ ഇങ്ങനെ പറഞ്ഞു, മന്ദ ഹേ ബുദ്ധിഹീനന്മാരെ, തർഹി അങ്ങനെയാണെങ്കിൽ വഹ നിങ്ങൾക്ക് യുദ്ധത്തെ ദദാമി തരുന്നേ. നിങ്ങൾക്ക് യുദ്ധമാണോ വേണ്ടത്? എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് യുദ്ധം തന്നെ തരാം. ഏവമാവേദിതോ രാജൻ ജഹാസോച്ചൈസ്മമാഗതഃ ആഹചാമർഷിതോ മന്ദ യുദ്ധം തർഹി ദദാമി വഹ. ശ്ലോകം 31. ന ത്വയാ ഭീരുണായോത്സ്യേ യുധി വിക്ലവ ചേതസ മധുരാം സ്വപുരീം തെക്ത്വാ സമുദ്രം ശരണം ഗതഃ. ന ത്വയാ ഭീരുണാ യോത്സ്യേ യുധി വിക്ലവ ചേതസ മധുരാം സ്വപുരീം തെക്ത്വാ സമുദ്രം ശരണം ഗതഃ. വിക്ലവ ചേതസ വിവശമായ മനസ്സോടുകൂടിയവനും യുധി യുദ്ധത്തിൽ ഭീരുണ ഭയശീലനുമായ ത്വയ നിന്നോട് നയോത്സ്യ യുദ്ധം ചെയ്യുകയില്ല. എന്നിട്ട് ജരാസന്ധൻ പറയുകയാണ്, കൃഷ്ണനോട് പറയണേ, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യില്ല. കാരണം എന്താണ്? നീ യുദ്ധത്തിൽ ഭീരുവാണ്, നിന്നോട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല. സ്വപുരിയും മധുര സ്വന്തമായ പുരിയായ മധുരയെ തെക്ത്വ ഉപേക്ഷിച്ചിട്ട് സമുദ്രത്തെ ശരണം ഗതഃ ശരണം പ്രാപിച്ചവനല്ലേ നീ. അതായത് ജരാസന്ധൻ 17 പ്രാവശ്യം ഭഗവാൻ തോൽപ്പിച്ചു. 18ാമത് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു അവൻ ഒരു പ്രാവശ്യം ജയിച്ചോട്ടെ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ആ ദ്വാരക സമുദ്രമധ്യത്തിൽ ദ്വാരക പട്ടണം നിർമ്മിച്ച ആളുകളെ അങ്ങോട്ട് മാറ്റിയിട്ട് കൃഷ്ണൻ അങ്ങോട്ട് ഓടിപ്പോയി. അപ്പൊ പറയാണ്, നീ എന്നെ പേടിച്ച് സമുദ്രത്തിൽ ഒളിച്ചവനല്ലേ, അതുകൊണ്ട് നിന്നോട് എനിക്ക് യുദ്ധമൊന്നും ചെയ്യണ്ട. ന ത്വയാ ഭീരുണായോത്സ്യേ യുധി വിക്ലവ ചേതസ മധുരാം സ്വപുരീം തെക്ത്വാ സമുദ്രം ശരണം ഗതഃ. ശ്ലോകം 32. അയം തോ വയസാ തുല്യോ നാദിസത്വോ നമേ സമഃ അർജുനോ ന ഭവേത് യോധ ഭീമസ്തുല്യ ബലോ മമ. അയം തു വയസ്യാ തുല്യ വയസ്സുകൊണ്ട് തുല്യമല്ലാത്തവനും നാദിസത്വ അധികം ബലമില്ലാത്തവനുമായ അയം അർജുന ഈ അർജുനൻ മേ എനിക്ക് സദൃശനായ യോദ്ധാവായിട്ട് ഭവിക്കുകയില്ല. അപ്പൊ അർജുനനാണെങ്കിലോ വയസ്സ് കുറവ്, പിന്നെ എന്നെ പോലെ ബലമൊന്നുമില്ല. അപ്പൊ അവനും എന്നോട് സമനല്ല. ഭീമഹ മമ തുല്യബലഹ. എന്നാ ഭീമനാണെങ്കിൽ എനിക്ക് തുല്യബലം ഉള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ഭീമനോട് യുദ്ധം ചെയ്യാം എന്ന് പറയുകയാണ്. അയം തു വയസാ തുല്യോ നാദിസത്വോ നമേ സമഃ അർജുനോ ന ഭവേത് യോധ ഭീമസ്തുല്യ ബലോ മമ. ശ്ലോകം 33. ഇത്യുക്ത്വാ ഭീമസേനായ പ്രാതായ മഹതീം ഗദാ ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത് ബഹിഃ. ഇതി ഉക്ത്വാ ഇപ്രകാരം പറഞ്ഞിട്ട് ഭീമസേനനായിക്കൊണ്ട് മഹതീം ഗദ മഹതി വലിയ ഒരു ഗദയെ പ്രാതായ കൊടുത്തിട്ട് ദ്വിതീയം മറ്റൊന്നിനെ സ്വയം താനും ആദായ എടുത്തിട്ട് പുരത്തിൽ നിന്ന് ബഹി പുറത്തേക്ക് നിർജഗാമ പുറപ്പെട്ടു. എന്നിട്ട് 2 ഗദ എടുത്തോണ്ട് വന്നു. ഒന്ന് ഭീമനും കൊടുത്ത് ഒന്ന് താനും എടുത്തിട്ട് പുരിയിൽ നിന്ന് പുറത്തോട്ട് വന്നു, രാജധാനിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇത്യുക്ത്വാ ഭീമസേനായ പ്രാതായ മഹതീം ഗദാം ദ്വിതീയാം സ്വയമാദായ നിർജഗാമ പുരാത് ബഹിഃ. ശ്ലോകം 34.
തതസമേ ഖലേ വീരോ സംയുക്ത വിതരേ ഇതരൗ ജഘ്നദുർ വജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദൗ. തതഃ അനന്തരം സമേ നിരപ്പുള്ള ഖലേ കളത്തിൽ ഇതരേതരൗ സംയുക്തൗ ഇതരേതരൗ സംയുക്താവിതരേതരൗ. അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സംയുക്തൗ ഇതരേ ഇതരൗ അന്യോന്യം, ഇതരേതരോ എന്ന് വെച്ചാൽ അന്യോന്യം, സംയുക്തൗ ചേർന്നവരായിട്ട്, രണദുർമദൗ യുദ്ധത്തിൽ അഹങ്കാരത്തോടു കൂടിയ വീരവും വീരന്മാർ, വജ്രകൽപാഭ്യാം വജ്രസദൃശങ്ങളായ ഗദാഭ്യാം ഗദകളെ കൊണ്ട് ജഘ്നദൂർ പ്രഹരിച്ചു. അപ്പൊ രണ്ടുപേരും തുല്യബലമുള്ളവരാണ്. വജ്രതുല്യമായ ഗദകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊന്ന യുദ്ധം തുടങ്ങി, അന്യോന്യം പ്രഹരിച്ചു തുടങ്ങി. തതസമേ ഖലേ വീരോ സംയുക്താവിതരേതരോ ജഘ്നദുർ വജ്രകൽപാഭ്യാം ഗദാഭ്യാം രണദുർമദോ. ശ്ലോകം 35. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോ ശിശുവേ യുദ്ധം നടയോർ ഇവ രംഗിണോഹോ. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച. സവ്യം ദക്ഷിണം ഏവ ച. സവ്യം ഇടത്തും ദക്ഷിണം വലത്തും, വിചിത്രാണി വിചിത്രങ്ങളായ മണ്ഡലാനി മണ്ഡലങ്ങളെ, ചരതോ സഞ്ചരിക്കുന്ന അവരുടെ, അതായത് രംഗത്തിൽ പ്രവേശിച്ച രണ്ട് കളിക്കാരെന്ന പോലെ ഇടത്തും വലത്തും വിചിത്ര മണ്ഡലാകാര ഗതികൾ ചെയ്തുകൊണ്ട് ചരതോ ചലിക്കുന്ന അവരുടെ യുദ്ധം. രംഗിണോഹ രംഗത്തിൽ പ്രവേശിച്ച നടയോഹോ നടന്മാരുടെ എന്ന പോലെ ശിശുഭേ ശോഭിച്ചു. അപ്പോ രംഗത്തിൽ നാടകരംഗത്തിൽ പ്രവേശിച്ച രണ്ട് നടന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ അവരുടെ യുദ്ധവും വിശേഷമായി ശോഭിച്ചു. മണ്ഡലാനി വിചിത്രാണി സവ്യം ദക്ഷിണമേവ ച ചരതോ ശിശുവേ യുദ്ധം നടയോറിവ രംഗിണോഹോ. ശ്ലോകം 36. തതച്ചടച്ചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭഃ ഗദയോ ക്ഷിപ്തയോ രാജൻ ദന്തയോറിവ ദന്തിനോഹോ. തതഃ ചടച്ചടാ ശബ്ദഃ വജ്രനിഷ്പേഷ സന്നിഭഃ ഗദയോഹോ ക്ഷിപ്തയഃ രാജൻ ദന്തയോഹോ ഇവ ദന്തിനോഹോ. ഹേ രാജാവേ, ദന്തിനോഹോ രണ്ട് ആനകളുടെ, ദന്തയോഹോ കൊമ്പുകൾ എന്ന പോലെ, രണ്ടാനകൾ തമ്മിൽ കുത്തുമ്പോൾ അവയുടെ കൊമ്പുകൾ തമ്മിൽ തട്ടിയുണ്ടാകുന്ന ശബ്ദം പോലെ, ക്ഷിപ്തയോഹോ അന്യോന്യം അടിക്കുന്ന, ഗദയോഹോ ഗദകളുടെ, വജ്രനിഷ്പേഷ സന്നിഭ വജ്ര ഘട്ടനം ശബ്ദം പോലെ, വജ്രം പതിക്കുന്ന ശബ്ദം പോലെ ചടചട എന്നുള്ള ശബ്ദം ഉണ്ടായി. തതച്ചടചടാ ശബ്ദോ വജ്രനിഷ്പേഷ സന്നിഭഃ ഗദയോ ക്ഷിപ്തയോ രാജൻ ദന്തയോറിവ ദന്തിനോഹോ. ശ്ലോകം 37. തേ വൈ ഗദേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോ അംസ കടി പാദ കരോരു ജത്രോൻ ചൂർണീ ബഭൂവുദുർ ഉപേത്യ യഥാർക്കശാഖേ സംയുധ്യതോർ ദിരതയോറിവ ദീപ്തമന്യോഹോ. തേ വൈ ഗതേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതഃ അംസ കടി പാദ കര ഉരു ജത്രൂൻ ചൂർണീ ബഭൂവധുഃ ഉപേത്യ യഥാ അർക്കശാഖേ സംയുധ്യതോഹോ ദിരതയോഹോ ഇവ ദീപ്തമന്യോഹോ. ഭുജജവേന കൈവേഗത്താൽ നിപാത്യമാനെ നിപതിപ്പിക്കപ്പെടുന്ന, അതായത് ഉജ്ജ്വല കോപത്തോടെ യുദ്ധം ചെയ്യുന്ന അവരുടെ കൈ ഊക്കോടുകൂടി അന്യോന്യം, തേ ഗദ അവരുടെ ഗദകൾ, ദീപ്തമന്യോ ഏറ്റവും കോപിച്ച അവരുടെ അന്യോന്യത, തമ്മിൽ തമ്മിൽ ഗദ കൊണ്ട് അടിക്കുമ്പോൾ എവിടെയൊക്കെ അടിക്കും? അംസ തോളുകൾ,
കടി ഇടുപ്പുകൾ, പാദ കാലുകൾ, കര കൈകൾ, ഊരു കരോരു കര ഊരു തുടകൾ, ജത്രൂൺ സ്കന്ധപ്രദേശത്തിലെ എല്ലുകൾ, തോളെല്ലുകൾ. ഇവയെ ഉപേത്യ പ്രാപിച്ചിട്ട് സംയുധ്യതോ ഏറ്റവും എതിർക്കുന്ന ദുരതയോഹോ ആനകളുടെ മേൽ അർക്കശാഖയെ ഇവ എരിക്കിൻ കൊമ്പുകൾ എന്ന പോലെ ചൂർണി ബഹൂതു. അതായത് ആനയുടെ പുറത്ത് എരിക്കിൻ കൊമ്പുകൾ അടിച്ചാൽ അങ്ങനെ ഇരിക്കും, എരിക്കിൻ കൊമ്പുകളെല്ലാം പൊടിയായി പോകും. അതുപോലെയാണ് ഇവരുടെ ശരീരത്തിൽ ഈ ഗദകൾ വന്നടിക്കുമ്പോൾ അവർക്ക് ഒന്നും ശരീരത്തിൽ തട്ടുന്നില്ല. പൂക്കോടെ പൊരുന്ന കൊമ്പനാളുടെ ശരീരാവയവത്തിൽ എരിക്കിൻ വടി കൊണ്ടടിച്ചാൽ ആ വടികൾ മുറിയുന്നത് പോലെ ഈ വീരന്മാരുടെ അവയവങ്ങൾ തട്ടിയ ഗദകൾ എന്ത് ചെയ്തു? പൊടികളായി ഭവിച്ചു. അപ്പൊ ഗദയ്ക്കേ പരിക്ക് പറ്റുമെന്നുള്ളൂ, അവർക്കൊരു പരിക്കും ഇല്ല. അത്ര ബലമുള്ളവരാണ്. ആയുധം ഗജം 10,000 ആനകളുടെ ശക്തിയുള്ളവരാണ് ഭീമനും ജരാസന്ധനും. തേ വൈഗതേ ഭുജജവേന നിപാത്യമാനേ അന്യോന്യതോ അസ്മകടിപാദ കരോരു ചത്രൂൻ ചൂർണീബഭൂവതർ ഉപേത്യ യഥാർക്കശാഖേ സംയുധ്യതോർദിരതയോർവ ദീപ്യമന്യോഹോ. ശ്ലോകം 38. ഇതം തയോ പ്രഹതയോർഗതയോർനിർവീര്യൗ കൃത്തൗ സ്വമുഷ്ടിഭിർ അയസ്പർശൈരപിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോർ ഇഭയോർ ഇവാസീൻ നിർഘാത വജ്രപരുഷ സ്ഥലതാടനോത്ഥ. ഇത്തം തയോഹോ പ്രഹതയോഹോ ഗദയോഹോ നിർവീര്യൗ കൃത്തൗ സ്വമുഷ്ടിഭിഃ അയസ്പർശൈഃ അപിഷ്ടാം ശബ്ദത്തയോഹോ പ്രഹരതയോഹോ ഇഭയോഹോ ഇവ ആസീൻ നിർഘാത വജ്ര പരുഷ സ്ഥല താടനോത്ഥ. ഇത്തം ഇപ്രകാരം തയോഹോ ഗദയോ ആ ഗദകൾ പ്രഹതയോഹോ പൊടിഞ്ഞപ്പോൾ കൃത്തോ ക്രോധിച്ച നിർവീര്യോ ആ നരശ്രേഷ്ഠന്മാർ അയസ്പർശ ഇരുമ്പുപോലെ കഠിനങ്ങളായ സ്വമുഷ്ടിഭി തങ്ങളുടെ കൈകളാൽ. അപ്പോൾ ഗദകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഗദയെല്ലാം പൊടിഞ്ഞുപോയി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇരുമ്പ് പോലെ ബലമുള്ള തങ്ങളുടെ മുഷ്ടികൾ കൊണ്ട് അപിഷ്ടാം പ്രേഷണം ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് മുഷ്ടി പ്രയോഗം തുടങ്ങി. ഉഭയോഹോ ഇവ ഇഭയോഹോ ഇവ ആനകൾ എന്ന പോലെ പ്രഹരതോ പ്രഹരിക്കുന്ന തയോഹോ അവയുടെ തലതാടനോത്ത കൈകൾ കൊണ്ടടിക്കുമ്പോൾ ഉണ്ടായ നിർഘാത വജ്രപരുഷ ഇടിശബ്ദം പോലെ കഠിനമായ ശബ്ദം ആസിയിലുണ്ടായി. അപ്പോൾ ഇവര് ഗദയെല്ലാം പൊട്ടിപ്പോയി. അപ്പോൾ കൈകൾ കൊണ്ട് മുഷ്ടി ചുരുട്ടി ഇടിച്ചപ്പോൾ അത് ഇടിശബ്ദം പോലെ തോന്നി. അത്ര ബലമുള്ളവരാണ് അവർ രണ്ടുപേരും. ഇതം തയോ പ്രഹതയോർ ഗദയോർ നിർവീര്യൗ കൃത്തൗ സ്വമുഷ്ടിഭിർ അയസ്പർശൈർ അപിഷ്ടാം ശബ്ദസ്തയോ പ്രഹരതോർ ഇഭയോർ ഇവാസീത് നിർഘാത വജ്രപരുഷത്തല താടനോത്ഥ. ശ്ലോകം 39. തയോരേവം പ്രഹരതോ സമശിക്ഷാ ബലൗജസോ നിർവിശേഷ അഭൂത് യുദ്ധം അക്ഷീണജവയോർ നൃപ. തയോഹോ ഏവം പ്രഹരതോഹ സമശിക്ഷാ ബലൗജസോഹോ നിർവിശേഷം അഭൂത് യുദ്ധം അക്ഷീണജവയോഹോ നൃപ. ഏവം ഇപ്രകാരം പ്രഹരതോഹോ പ്രഹരിക്കുന്നവരും സമശിക്ഷ ബലൗജസോ തുല്യ അഭ്യാസത്തോടും ബലത്തോടും പ്രഭാവത്തോടും കൂടിയവരും അക്ഷീണജവയോ ക്ഷീണിക്കാത്ത ശക്തിയോടുകൂടിയവരുമായ തയോഹോ അവരുടെ ഭീമന്റെയും ജരാസന്ധന്റെയും ഇത്തം പോര് നൃപഹേ രാജാവേ നിർവിശേഷം വിശേഷമില്ലാത്തതായിട്ട് അഭൂത് ഭവിച്ചു. അതായത് അവരുടെ ബലം അത്രത്തോളം ബലമുണ്ട്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ബലം തുല്യമാണ്. അതുകൊണ്ട് അവിടെ ആർക്കും തോൽവിയുമില്ല ജയവുമില്ല. അങ്ങനെ രണ്ടുപേരും ഒരേ കണക്കിന് യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു. തയോരേവം പ്രഹരതോ സമശിക്ഷാ ബലൗജസോ നിർവിശേഷം അഭൂത് യുദ്ധം അക്ഷീണജവയോർ നൃപ. ശ്ലോകം 40. ഏവം തയോർ മഹാരാജ
യുധ്യതോ സപ്തവിംശതി ദിനാനി നിരകംസ്തത്ര സുഹൃത് നിശി തിഷ്ഠതോഹോ ഏവം തയോഹോ മഹാരാജ യുധ്യതഃ സപ്തവിംശതിഃ ദിനാനി നിരകം തത്ര സുഹൃത് നിശി തിഷ്ഠതോഹോ. മഹാരാജ, ഹേ മഹാരാജാവേ, ഏവം ഇപ്രകാരം യുദ്ധതോഹോ യുദ്ധം ചെയ്യുന്നവരും നിശി രാത്രിയിൽ സുഹൃത്വ മിത്രങ്ങളെ പോലെ തത്ര അവിടെ തിഷ്ഠതോ വസിക്കുന്നവരുമായ. അപ്പൊ പകല് മുഴുവൻ യുദ്ധം, രാത്രിയാ അവർ കൂട്ടുകാരെ പോലെ ആഹാരമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കും. തയോഹോ അവരുടെ സപ്തവിംശതി ദിനാനി 27 ദിവസം നിരകൻ കഴിഞ്ഞു. അങ്ങനെ 27 ദിവസം പകൽ 27 ദിവസം യുദ്ധം നടത്തി. ഗദായുദ്ധവും മുഷ്ടിയുദ്ധവും എല്ലാം നടത്തി. ആരും ജയിച്ചുമില്ല, തോറ്റുമില്ല. ഏവം തയോർ മഹാരാജ യുദ്ധതോ സപ്തവിംശതി ദിനാനി നിരകംസ്തത്ര സുഹൃത് നിശി തിഷ്ഠതോഹോ. ശ്ലോകം 41. ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ. ഏകദാ ഒരു നാൾ രാജൻ അല്ലെ രാജാവേ മൃഗോദര ഭീമൻ മാതുലേയം മാതുലപുത്രനോട് കൃഷ്ണനോട് പ്രാഹ പറഞ്ഞു, മാധവ ഹേ മാധവ ജരാസന്ധനെ യുദ്ധത്തിൽ നിർജേതും ജയിക്കാനായിക്കൊണ്ട് അഹം ന ശക്തഃ ഞാൻ ശക്തനല്ല, ഇവനെ ജയിക്കാൻ സാധിക്കുകയില്ല, ഇവനും എന്റെ തുല്യ ബലമുണ്ട്, അതുകൊണ്ട് ഇവനെ ജയിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. ഏകദാ മാതുലേയം വൈ പ്രാഹരാജൻ മൃഗോദരഃ ന ശക്തോഹം ജരാസന്ധം നിർജേതും യുധി മാധവ. ശ്ലോകം 42. ശത്രോർ ജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥം അപ്യായയൻ സ്വേന തേജസ അചിന്തയത് ഹരിഃ. ശത്രോഹോ ജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥം അപ്യായയൻ സ്വേന തേജസ അചിന്തയത് ഹരിഃ. ശത്രോഹോ ശത്രുവിന്റെ ജന്മമൃതി ജനന മരണങ്ങളെയും ജരാകൃതം ജരയാൽ ചെയ്യപ്പെട്ട ജീവിതത്തെയും വിദ്വാൻ അറിഞ്ഞിരിക്കുന്ന ഹരിഹി കൃഷ്ണൻ സ്വേന തേജസ തന്റെ ശക്തിയാൽ പാർത്ഥം ഭീമനെ അപ്യായൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അചിന്തയ ചിന്തിച്ചു. അപ്പൊ ശത്രുവായ ജരാസന്ധൻ ജനിക്കുമ്പോൾ തന്നെ 2 ഭാഗമായിട്ടാണ് ജനിച്ചത് അല്ലെ. 2 ഭാഗമായിട്ട് ജനിച്ചപ്പോൾ എന്ത് ചെയ്തു? ബൃഹദരഥന്റെ ഭാര്യമാർ പേടിച്ച് 2 എടുത്ത് ദൂരെ കളഞ്ഞു. അപ്പൊ ജര എന്ന ഒരു രാക്ഷസിയാണ് അതിനെ യോജിപ്പിച്ചത്. അതുകൊണ്ടാണ് ജര യോജിപ്പിച്ചുകൊണ്ടാണ് ജരാസന്ധൻ എന്ന് പേര് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ഇവനെ കീറിയിട്ടാലും 2 കൂടെ വീണ്ടും യോജിക്കും. ശത്രോ ജന്മമൃതി ശത്രുവിന്റെ ജനന മരണങ്ങളെയും ജരാകൃതം ജരയാൽ ചെയ്യപ്പെട്ട ജീവിതത്തെയും വിദ്വാൻ അറിഞ്ഞിരിക്കുന്ന കൃഷ്ണൻ ഹരി കൃഷ്ണൻ സേന തേജസ തന്റെ ശക്തിയാൽ പാർത്ഥ ഭീമനെ അപ്യായൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അചിന്തയെ ചിന്തിച്ചു. അപ്പോ ഭീമന്റെ പുറത്ത് ഭഗവാൻ തലോടി. അപ്പൊ ഭീമന്റെ ക്ഷീണമെല്ലാം പോയി, ഭീമനിൽ അധിക ശക്തി പകർന്നു. എന്നിട്ട് എങ്ങനെയാണ് ജരാസന്ധനെ വധിക്കേണ്ടത് എന്ന് ഭഗവാൻ ആലോചിച്ചു. ശത്രോർജന്മമൃതി വിദ്വാൻ ജീവിതം ച ജരാകൃതം പാർത്ഥം അപ്യായൻ സ്വേന തേജസാചിന്തയത് ഹരിഃ. ശ്ലോകം 43. സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോഹ ദർശനഃ ദർശയാമാസ പിടവം പാടയന്നിവ സംജ്ഞയാം. സഞ്ചിന്യ അരിവധോപായം ഭീമസ്യ അമോഘദർശന സഫലമായ ആലോചനയോടുകൂടിയവൻ, അതായത് എല്ലാത്തിനും ഉപായം കണ്ടുപിടിക്കാൻ സമർത്ഥനായ ഭഗവാൻ അരിവധോപായം ശത്രുവധത്തിന് വേണ്ടുന്ന ഉപായത്തെ സഞ്ചിന്യ ആലോചിച്ചിട്ട് ഭീമന് വിടവം ശാഖയെ പാടയന്നിവ പിളർക്കുന്നവനെന്ന പോലെ സംജ്ഞയ അടയാളം കൊണ്ട് ദർശയാമാസ കാട്ടിക്കൊടുത്തു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? മരത്തിന്റെ ഒരു കൊമ്പ് തന്റെ കയ്യിലെടുത്തിട്ട് അതിനെ നെടുവേ പൊളിച്ചു കാണിച്ചു.
നെടുവേ പൊളർന്നിട്ട് അതിനെ തിരിച്ചിട്ടു. നെടുവേ പൊളർന്ന ഭാഗം തന്നെ അങ്ങനെ ഇട്ട് എന്ത് ചെയ്യും? ജരാസന്ധൻ വീണ്ടും വന്ന് കൂടും. രണ്ട് ഭാഗമായിരുന്നത് ജരാസന്ധിച്ചതല്ലേ, അതുകൊണ്ട് അതിനെ ഇങ്ങനെ പൊളർന്നിട്ട് തിരിച്ചിട്ട് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇതുപോലെ ചെയ്യുക എന്ന് ആംഗ്യം കാണിച്ചു. അതാണ് സംജ്ഞയ. ആംഗ്യം കൊണ്ട് ദർശയാമാസ കാട്ടിക്കൊടുത്തു. സഞ്ചിന്യാരിവധോപായം ഭീമസ്യാമോഹ ദർശനഃ ദർശയാമാസ വിടവം പാടയന്നിവ സംജ്ഞയാ. ശ്ലോകം 44. തദ്വിജ്ഞായ മഹാസത്വോ ഭീമപ്രകരതാംബരഃ ഗൃഹീത്വ പാദയോ ശത്രും പാദയാമാസ ഭൂതലേ. തദ്വിജ്ഞായ മഹാസത്വഃ ഭീമഃ പ്രഹരതാം വരഃ. പ്രഹരതാം വരഃ ഗദായുദ്ധത്തിൽ അതിശ്രേഷ്ഠനും മഹാസത്വഃ അതിശക്തനുമായ ഭീമഃ ഭീമൻ. തത് അതിനെ വിജ്ഞായ അറിഞ്ഞിട്ട്, ഭഗവാൻ ആ കൊമ്പിനെ മുറിച്ച് നെടുകെ മുറിച്ച് തിരിച്ചിട്ടത് കണ്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ശത്രുവിനെ പാദയോഹോ പാദങ്ങളിൽ ഗൃഹീത്വ പാദങ്ങളിൽ പിടിച്ച് ഭൂതലെ നിലത്തിൽ പാദയാമാസ പതിപ്പിച്ചു. പാദങ്ങൾ പിടിച്ച് ഭൂമിയിൽ വീഴ്ത്തിയിട്ടു. തദ്വിജ്ഞായ മഹാസത്വോ ഭീമപ്രകരതാംബരഃ ഗൃഹീത്വ പാദയോ ശത്രും പാദയാമാസ ഭൂതലേ. ശ്ലോകം 45. ഏകം പാദം പദാക്രമ്യ ദോർഭ്യാനമ്യം പ്രഹൃഹ്യസ ഉദത പാടയാമാസ ശാഖാമിവ മഹാഗജഃ. ഏകം പാദം പദാക്രമ്യ ദോർഭ്യാം അന്യം പ്രഹൃഹ്യ സഹ അവൻ ഏകം പാദം ഒരു പാദത്തെ ഒരു കാൽ കൊണ്ട് ആക്രമ്യ അമർത്തിയിട്ട്, ഭീമൻ എന്ത് ചെയ്തു? അവനെ നിലത്ത് അടിച്ച് വീഴ്ത്തിയിട്ട് ഒരു കാലുകൊണ്ട് ജരാസന്ധന്റെ ഒരു കാലിൽ ചവിട്ടി അമർത്തി. എന്നിട്ട് അന്യപാദത്തെ മറ്റേ കാലിനെ ദോർഭ്യാം രണ്ട് കൈകൾ കൊണ്ട് പ്രഹൃഹ്യ ബലമായി പിടിച്ചു. അപ്പോൾ ഒരു കാല് ചവിട്ടി വെച്ചിട്ട് മറ്റേ കാല് രണ്ട് കൈകൾ കൊണ്ടും ബലമായി പിടിച്ചിട്ട് മഹാഗജ വലിയ ആന ശാഖാമിവ കൊമ്പിനെ എന്ന പോലെ വലിയ ആന വലിയ കൊമ്പിനെ വലിച്ച് പിടിച്ചു പൊട്ടിക്കും പോലെ ഗുദം മുതൽ പാടയാമാസ പിളർന്നു. അതായത് രണ്ട് കാലിനെയും വലിച്ച് പിളർന്നു. ഗുദം മുതൽ അങ്ങ് തലയറ്റം വരെ രണ്ടായിട്ട് കീറി പിളർന്നിട്ടു. ഏകം പാദം പദാക്രമ്യ ദോർഭ്യാമന്യം പ്രഗൃഹ്യ സഹ ഉദയപാടയാമാസ ശാഖാമിവ മഹാഗജഃ. ശ്ലോകം 46. ഏകപാദോരു വൃഷണ കടിപൃഷ്ടസ്തനാംസകേ ഏകബാഹ്വക്ഷി ഭ്രൂകർണേ ശകലേ ദദൃശു പ്രജാഃ. ഏകപാദ ഉരു വൃഷണ കടി പൃഷ്ടസ്തനാംസകേ. ഒരു കാല് ഏകപാദ, ഊരു ഒരു തുട, വൃഷണം ഒരു കടിപ്രദേശം, ഒരു സ്തനം, ഒരു തോൾ ഇവയോടുകൂടി, അതായത് നെടുകയാണ് കീറിയത്. ഏകബാഹുഅക്ഷി ഭ്രൂകർണ ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു പുരികം, ഒരു ചെവി ഇവയോടുകൂടിയിരിക്കുന്ന ശകലെ രണ്ട് കണ്ടങ്ങളെ ദദർശു കണ്ടു. അപ്പൊ നെടുകയാണ് കീറിയത്. അപ്പോൾ ഓരോ ഭാഗത്തും തലയുടെ പകുതി, പുരികത്തിന്റെ ഒരു പുരികം, ഒരു കണ്ണ്, ഇങ്ങനെ ഒരു കയ്യ് ഒരു കാല് ഇങ്ങനെ നടുക്ക് വെച്ച് രണ്ട് കണ്ടങ്ങളാക്കി കിടക്കുന്നത് പ്രജകൾ കണ്ടു. പ്രജാഹ ദദർശു പ്രജകൾ കണ്ടു. ഏകപാദോരു വൃഷണ കടിപൃഷ്ടസ്തനാംസകേ ഏകബാഹുഷി ഭ്രൂകർണേ ശകലേ ദദർശു പ്രജാഹ. ശ്ലോകം 47. ഹാഹാകാരോ മഹാൻ ആസീത് നിഹതേ മഹദേശ്വരേ പൂജയാമാസു ദുർഭീമം പരിരഭ്യ ജയാച്യുതൗ. ഹാഹാഹാര മഹാൻ ആസീത് നിഹതേ മഗധേശ്വരേ. മഗധത്തിന്റെ ഈശ്വരൻ, മഗധ രാജാവായ ജരാസന്ധൻ നിഹതേ കൊല്ലപ്പെട്ടപ്പോൾ മഹാൻ വലുതായിരിക്കുന്ന ഹാഹാകാര നിലവിളി, എല്ലാവരും നിലവിളിച്ചു. ഇത്രയും ബലവാനായ ജരാസന്ധൻ മരിച്ചു, എല്ലാവരും നിലവിളിച്ചു. നിലവിളി ആസീതുണ്ടായി. ജയാച്യുതവും, ജയനും അച്യുതനും, അർജുനനും കൃഷ്ണനും
ഭീമനെ പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട് പൂജയാമാസുതു പൂജിച്ചു. അപ്പൊ അവർക്ക് സന്തോഷമായി. കൃഷ്ണനും അർജുനനും ചെന്ന് ഭീമനെ കെട്ടിപ്പിടിച്ച് പ്രശംസിച്ചു, ആലിംഗനം ചെയ്തു. ഹാഹാകാരോ മഹാനാസീത് നിഹതേ മഹദേശ്വരേ പൂജയാമാസദൂർഭീമം പരിരഭ്യ ജയാച്യുതൗ. ശ്ലോകം 48. സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവനഃ അഭ്യഷിഞ്ച തമേയാത്മാ മഗധാനാം പതിം പ്രഭു മോചയാമാസ രാജന്യാൻ സംയുദ്ധ മാഗധേനയേ. സഹദേവം തത്തനയം ഭഗവാൻ ഭൂതഭാവനഃ ഭൂതങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന അമേയാത്മാ അചിന്ത്യ വൈഭവശാലിയായ പ്രഭുഹു ഭഗവാൻ സമർത്ഥനായ ഭഗവാൻ കൃഷ്ണൻ തത്തനയം അവന്റെ പുത്രനായ, അതായത് ജരാസന്ധന്റെ പുത്രനായ സഹദേവനെ മഗധാനാം പതി മഗധരാജ്യങ്ങളുടെ പതിയായിട്ട് അഭിഷേകം ചെയ്തു. അപ്പൊ അതായത് ജരാസന്ധനെ വധിച്ചത് വിരോധം കൊണ്ടല്ല, മറ്റു രാജാക്കന്മാരെ രക്ഷിക്കാനാണ്. അതുകൊണ്ട് രാജ്യമൊന്നും പിടിച്ചെടുത്തില്ല. രാജ്യം അവന്റെ പുത്രനായ സഹദേവന് തന്നെ കൊടുത്തു. സഹദേവനെ രാജാവായി അഭിഷേകം ചെയ്തു. മാഗധേന ജരാസന്ധനാൽ യാതൊരുത്തർ സംരുദ്ധ ബന്ധിക്കപ്പെട്ടുവോ, അതായത് ജരാസന്ധൻ അന്യായമായി ബന്ധനത്തിലിട്ടിരുന്ന രാജാക്കന്മാര്, അത് 20,800 രാജാക്കന്മാരുണ്ടായിരുന്നു. അത്രയും പേരെ രാജാക്കന്മാരെ മോചിപ്പിച്ചു. ജരാസന്ധനെ വധിച്ചിട്ട് മകനെ രാജാവാക്കിയിട്ട് ജരാസന്ധൻ ബന്ധിച്ചിരുന്ന രാജാക്കന്മാരെല്ലാം സ്വതന്ത്രരാക്കി. അങ്ങനെ ഭഗവാൻ എന്റെ സഹായത്തോടുകൂടി ഭീമൻ ജരാസന്ധനെ വധിച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണ ദശമസ്കന്ധേ ഉത്തരാർത്ഥ ജരാസന്ധവധോ നാമ ദ്വിസപ്തതിതമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.